നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ADGP അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതിൽ സ്പീക്കർ AN ഷംസീർ ന്യായീകരിച്ചതിനെ മന്ത്രി MP രാജേഷ് വിമർശിച്ചു. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലം ഓണച്ചന്ത പട്ടിക്കാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഓണം വന്നിട്ടും ഖാദി തൊഴിലാളികൾക്ക് നേരെ സർക്കാർ അവഗണന. താലൂക്ക് ഓഫീസിന് മുൻപിൽ തൊഴിലാളികൾ നിരാഹാര സമരം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ADGP അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ AN ഷംസീറിന്റെ പരാമർശത്തെ പരോക്ഷമായി വിമർശിച്ച് മന്ത്രി MP രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച ജില്ലാ തദ്ദേശ അദാലത്തിൽ പങ്കെടുത്ത ശേഷം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS എന്താണെന്നതിനെപ്പറ്റി CPM-ന് വ്യക്തമായ ധാരണയുണ്ട്. ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയാണ് RSS എന്ന് മന്ത്രി MP രാജേഷ് ഓർമ്മിപ്പിച്ചു. അനധികൃത നിർമ്മാണ ക്രമവൽക്കരണ ചട്ടപ്രകാരമുള്ള നടപടികൾ പ്രസ്തുത ചട്ടപ്രകാരം തന്നെ തീർപ്പാക്കും. കരിങ്ങാച്ചിറ ബണ്ടിൽ സ്ഥിരം ഷട്ടർ സംവിധാനം ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിനെ ചുമതലപ്പെടുത്തിയതായും MP രാജേഷ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് വരെ ആകെയുള്ള 1153 പരാതികളിൽ 772 പരാതികളാണ് തീർപ്പാക്കിയത്. ഇതിൽ 733 പരാതികൾ അനുകൂലമായി തീർപ്പാക്കുകയും 18 പരാതികൾ നിരസിക്കുകയും 21 പരാതികൾ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. അദാലത്ത് ദിവസം ലഭിച്ച 273 പരാതികളിൽ 28 എണ്ണം തീർപ്പാക്കി. ബാക്കി 245 പരാതികൾ രേഖകൾ സഹിതമുള്ള കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാനായി ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി MP രാജേഷ് പറഞ്ഞു. ഇതുവരെ തീർപ്പാക്കിയത് 772. ഇതിൽ അനുകൂലമായി തീർപ്പാക്കിയത് 733, നിരസിച്ചത് 18, കൂടുതൽ പരിശോധനകൾക്കായി മാറ്റിവെച്ചത് 21. ഇന്ന് ലഭിച്ചത് 273. അതിൽ ഇന്ന് തന്നെ തീർപ്പാക്കാൻ കഴിയുമായിരുന്ന സങ്കീർണതകളില്ലാത്ത 28 പരാതികൾ ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട്. ബാക്കി 245 പരാതികൾ തുടർ പരിശോധനകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. 94.95% പരാതികൾ അനുകൂലമായാണ് തീർപ്പാക്കിയിട്ടുള്ളത്. അനേകം സാധാരണക്കാരുടെ പരാതികൾക്ക് വർഷങ്ങളായി പരിഹാരമില്ലാതെ അലഞ്ഞിരുന്നവരുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ തൃശൂർ അദാലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തുപറമ്പിൽ KL പോൾ സവിത ദമ്പതികളുടെ പരാതി. ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ഞാനും പ്രിൻസിപ്പൽ ഡയറക്ടർ സാംബശിവറാവുവും മറ്റു ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചു. പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ബാങ്കിന് സമീപം നടത്തിയ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PG ഷാജി അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ AL ജോൺ, പാർട്ടി പ്രതിനിധികളായ TS മുരളീധരൻ, PS സജിത്, ബാങ്ക് സെക്രട്ടറി MJ ഷാനി എന്നിവർ സംസാരിച്ചു. 12 ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റ് 30 മുതൽ 50% വിലക്കുറവിൽ സഹകരണ ചന്തയിൽ നിന്നും ലഭ്യമാകും. ചലനാത്മകമായിട്ടിരിക്കുകയാണ്.
ഓരോ പടിപടിയായിട്ട് ഓരോ മേഖലയിലേക്ക് ചെറിയ ചുവടുകളൊക്കെ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാർഷിക ലോണുകളും അതുപോലെ തന്നെ വളരെ പലിശ കുറഞ്ഞ രീതിയിലുള്ള വായ്പകളൊക്കെ നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2022 നമ്മുടെ കയ്യിലേക്ക് ഈ ടൈം കിട്ടിയത്. ഇനി ഈ സംഘം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ മാത്രമല്ല അവരുടെ സാമ്പത്തികമായ ഇടപാടുകൾക്കൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഇനി തീർച്ചയായിട്ടും ജില്ലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സഹകരണ സംഘമായിട്ട് നമ്മുടെ പുത്തൂർ സർവീസ് സഹകരണ സംഘം മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് ആ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണസമിതി തന്നെയാണ് അത് ഏറ്റെടുത്തത്. ഒല്ലൂർ നിയോജക മണ്ഡലം ഓണം മാർക്കറ്റ് പട്ടിക്കാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി വിശിഷ്ടാതിഥിയായിരുന്നു. രമ്യ രാജേഷ് ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് അംഗം ആനി ജോയ്, മാത്യു നൈനാൻ തുടങ്ങിയവർ സംസാരിച്ചു. TS രതീഷ് സ്വാഗതവും ഷോപ്പ് മാനേജർ വിജീഷ് നന്ദിയും പറഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ചെളിയിലിറങ്ങി ഞാറ് നടാനും തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് മൈമ്പിള്ളി പാടശേഖരത്തിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ. പുത്തൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൈമ്പിള്ളി പാടശേഖരത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഞാറ് നടീലിനെത്തിയത്. 15 ഏക്കർ വരുന്ന പാടത്ത് പൊന്മണി ഇനം വിത്താണ് കൃഷി ചെയ്യുന്നത്. അന്യസംസ്ഥാനക്കാരായ 53 തൊഴിലാളികളാണ് മുട്ടൊപ്പം ചെളിയിലിറങ്ങി ഞാറ് നടുന്നത്. യന്ത്രസഹായത്താൽ ഞാറ് നടാൻ ഏക്കർ 1-ന് 5500 രൂപ ഈടാക്കുമ്പോൾ ഈ തൊഴിലാളികൾ ഏക്കർ 1-ന് 4500 രൂപയാണ് കൂലിയായി വാങ്ങുന്നത്. മാത്രമല്ല യന്ത്രസഹായത്താൽ 3 ദിവസം എടുക്കുന്ന നടീൽ ഇവർ 1 ദിവസം കൊണ്ട് തീർക്കും എന്നത് കർഷകർക്കേറെ സമയലാഭവും കിട്ടുന്നു. തൊഴിലാളികളെ ഉപയോഗിച്ചാൽ കൃത്യമായി ഞാറ് നടാനും കഴിയുന്നതായി കർഷകർ പറഞ്ഞു. നാട്ടിലെ തൊഴിലാളികളെ കിട്ടാത്തതും ഉള്ളവർ കൂടുതൽ കൂലി ചോദിക്കുന്നതുമാണ് അന്യസംസ്ഥാനക്കാരെ ആശ്രയിക്കാൻ കാരണമാകുന്നത്. രാവിലെ 6 മണിക്ക് പാടത്തെത്തുന്ന സംഘം എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും. പരമ്പരാഗതമായ ഞാറുനടിൽ പാട്ടുകൾ ഇല്ലെങ്കിലും കൃത്യമായ അളവിലും വൃത്തിയിലും ഞാറ് നടാൻ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയാണ് സംഘത്തിലുള്ളത്. പാടശേഖര സമിതി പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി രാമൻകുട്ടി, മറ്റംഗങ്ങളും ഞാറ് നടീലിന് നേതൃത്വം നൽകി. നമുക്കിപ്പോ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള സംഭവം നോക്കുമ്പോൾ പിന്നെ വെച്ചാൽ ഞങ്ങളിത് മിഷൻ നാടാണെങ്കിൽ 2 ദിവസം 3 ദിവസം പിടിക്കാറുണ്ട്. ഓരോ സെക്ഷൻ കഴിയുമ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് നാട് കഴിഞ്ഞു. പൈസയും കുറവ്, സമയ ലാഭം, എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അകലം, അതാണ് ഏറ്റവും കൂടുതൽ നല്ലതാണല്ലേ. പുത്തൂർ കൃഷിഭവന്റെ കീഴിലുള്ള മൈമ്പിള്ളി പാടശേഖരത്തിലെ നടിയിലാണ് ഇപ്പം നടക്കുന്നത്. ഞങ്ങൾ ഏകദേശം 15 കൃഷിക്കാരും 15 ഏക്കർ സ്ഥലമാണുള്ളത്. എന്ന് പറഞ്ഞാൽ പഴയ കണക്കിന് 150 പറക്കുള്ളത്. അത് പൊന്മണി വിത്താണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മെഷീൻ നാടാണ് പതിവ്. അപ്പോൾ ഇത്തവണ തൊഴിലാളികളെ കിട്ടിയതുകൊണ്ട് മെഷീൻ നാടാകുമ്പോൾ ഏകദേശം 5500 രൂപ ഏക്കറിന് വരികയും പിന്നെ അതൊരു നടിയിൽ പോരാത്ത വിട്ടുപോയത് പാക്ക് തീർക്കൽ എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും നമ്മളൊരു കൂലി വരാറുണ്ട്. അപ്പോൾ ഇവർ അതേസമയം അതിനേക്കാൾ കുറച്ച് ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാടശേഖരം ഒറ്റ ദിവസം കൊണ്ട് നടിയിൽ കഴിയും. 53 പേരാണ് തൊഴിലാളികളുള്ളത്. ഇവര് നെല്ലുവായാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. അവർ 2 വണ്ടിയിൽ രാവിലെ 6 മണിക്ക് കണ്ടത്തിലിറങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവർക്ക് പോവാം. നമ്മളെ ഏരിയ വൈസാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. ഏക്കർ കണക്കിനാണ്. നടത്തറ സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. നടത്തറ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിത് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിജോ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന നടത്തറ സെന്ററിൽ അടിയന്തരമായി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജിത് ചാക്കോ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഡിജിൻ, മിഥുൻ, ശരത് മുളയം, ജിതിൻ, ലിയോ, മനു, മനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന പഞ്ചായത്തും ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള ഒല്ലൂരിന്റെ MLA യും
നടത്തൽ സെന്ററിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഇത്തരത്തിലുള്ള സമരത്തിന് നേതൃത്വം നൽകാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർ നിരന്തരമായി എല്ലാ ദിവസവും ആശ്രയിക്കുന്ന നടത്തൽ സെന്റർ പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇന്നും ഇരുട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണ് നടത്തൽ സെന്ററിൽ അടിയന്തരമായി സെന്ററിലെ ഇരുട്ട് അകറ്റാൻ വെളിച്ചമായി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നടത്തൽ മണ്ഡലം കമ്മിറ്റി ഇവിടെ ആവശ്യപ്പെട്ടു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. ഓണമായിട്ട് പോലും ഖാദി തൊഴിലാളികൾക്ക് മിനിമം വേജസ് കുടിശ്ശികയും ഫെസ്റ്റിവൽ അലവൻസും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് താലൂക്ക് ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും സർക്കാർ ജീവനക്കാർക്കും ബോണസ്, അഡ്വാൻസ്, അലവൻസ് എന്നിവ നൽകിയിട്ടും ഖാദി തൊഴിലാളികളെ അവഗണിച്ചിരിക്കുകയാണെന്ന് ജോസഫ് പെരുമ്പിള്ളി പറഞ്ഞു. DCC സെക്രട്ടറി K. അജിത് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. KB ജയപ്രകാശ്, MP വത്സല എന്നിവർ സംസാരിച്ചു. CK ചന്ദ്രമതി സ്വാഗതം പറഞ്ഞു. NN രാധ, M ശാലിനി, CK ലളിത, CV ലില്ലി, ഗിരിജലാൽ, K രജനി, CK മണി എന്നിവർ നേതൃത്വം നൽകി. കാഴ്ച പരിമിതർക്കും വികലാംഗരായ ഭിന്നശേഷിക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകളുടെ വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അദ്വൈത സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സോസൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ഓണക്കിറ്റുകൾ വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. ദരിദ്രരുടെ ആശ്വാസം, വിദ്യാഭ്യാസം, വൈദ്യസഹായം, സ്മാരകങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന യുവതികൾക്കുള്ള വിവാഹധന സഹായങ്ങൾ, വിവിധ തൊഴിൽ പരിശീലന പരിപാടികളുമടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന അദ്വൈത് സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ
ആസ്ഥാനമായ അദ്വൈതി നടന്ന പരിപാടികൾ വി രാമദാസ് മേനോന്റെ അധ്യക്ഷതയിൽ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പുത്തൂഴ്ത്ത് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ സേവാസദനം വൈസ് പ്രസിഡന്റ് ഇന്ദിര ടീച്ചർ, എം കെ കേശവൻ, മുരളി കോളങ്ങാട്, സി ആർ സുഗു, പി വി സുബ്രഹ്മണ്യൻ, പി രാമകൃഷ്ണൻ, എം വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചപരിമിതരായ കലാകാരികൾ ഗാനങ്ങൾ ആലപിച്ച് ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കാഴ്ചപരിമിതക്കാർ അടക്കമുള്ളവർക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. എത്തിച്ചേരുവാൻ സാധിക്കാത്ത രോഗികളായ ആളുകൾക്ക് അവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു നൽകി. സ്വച്ഛതാ ഹി സേവ ജില്ലാതല ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു. സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനത്തിൽ ശുദ്ധീകരണ ഡ്രൈവുകൾ, ശുചിത്വ പ്രതിജ്ഞ, ജലാശയ ശുചീകരണം, വിവിധ മത്സരങ്ങൾ, ശുചിത്വ ചാമ്പ്യന്മാരെ ആദരിക്കൽ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകൽ എന്നിവ നടത്തും. ജില്ലാതലത്തിൽ ശുചിത്വ മിഷനാണ് പരിപാടി ഏകോപിപ്പിക്കുന്നത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിൽ നടന്ന ജില്ലാ പദ്ധതി തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് ലോഗോ പ്രകാശനം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പ്ലാനിംഗ് ഓഫീസർ ടി ആർ മായ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് പ്രസുതേന്തി വാഴ്ച, ഊട്ട് നേർച്ച വെഞ്ചിരിപ്പ്, വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ, വിശുദ്ധ കുർബാന, വചന സന്ദേശം, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, കിരീട സമർപ്പണം എന്നീ ചടങ്ങുകൾക്ക് അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി വിവിധ യൂണിറ്റുകളുടെ അമ്പ് സമാപനവും തിരുമുറ്റുമേളവും ഉണ്ടായി. തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം, കേക്ക് മുറിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ മനോജ് കീഴൂര് മുട്ടിക്കൽ, കൈക്കാരന്മാരായ ആന്റണി പനക്കൽ, ഷാജു ചീരൻ, സൈമൺ തേർമഠം, ജനറൽ കൺവീനർ ആന്റണി വടക്കൻ, ജിജോ മാഞ്ഞൂരാൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ചടങ്ങുകൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. സഹായിക്കുമാറാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ആരോഗ്യമാതാവിന്റെയും വളരെ ഭക്തി നിർഭരമായ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. മാതാവിന്റെ മാധ്യസ്ഥം ഈ അവസരത്തിൽ നാം എല്ലാവർക്കും അപേക്ഷിക്കാം. നമുക്കെല്ലാവർക്കും കൈയടിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ മാതാവിന്റെ ജന്മദിനം ആഘോഷിക്കാം. മാതാവിന്റെ ജന്മതിരുനാളിന്റെ 8 നില കേക്ക് മുറിക്കുന്നതോടൊപ്പം തന്നെ 120ഓളം മരിയ ഭക്തരും ഇവിടെ കേക്ക് മുറിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8-ന് 8 നിലയുള്ള കേക്ക് മുറിച്ച് മധുരമേനിയായ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ സോങ് പാടിക്കൊണ്ട് മാതാവിന് ജന്മദിനം വിഷ് ചെയ്യാവുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മേരി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഈ നിമിഷത്തിലും നമുക്ക് പാട്ടുകൾ പാടിക്കൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാം മാതാവിനെ. എല്ലാവരും ഒരുമിച്ച് കേക്ക് മുറിച്ച് കഴിഞ്ഞ മരിയ ഭക്തർ. ഫെബ്രുവരി മാസം മുതൽ സ്ഥിരം തൊഴിലാളി ഒഴിവുകൾ ഉണ്ടായിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെ അനാസ്ഥ തുടരുന്നതിനെതിരെ കേരള കാർഷിക സർവകലാശാല വർക്കേഴ്സ് വെള്ളാനിക്കര സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവകലാശാല കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സർവകലാശാല ഉത്തരവുകൾ പ്രകാരം സ്ഥിരം ഒഴിവുകൾ ഉണ്ടെങ്കിൽ കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം എന്ന് പറയുന്നുണ്ടെന്നും ഇത്തരം ഒഴിവുകളെ മാനിക്കാതെ മേധാവികൾ കാട്ടുന്ന വ്യക്തി താൽപര്യങ്ങളാണ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെ മുന്നോട്ടു പോകുന്നതിന് കാരണമെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വർക്കേഴ്സ് വെള്ളാനിക്കര വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് കുറ്റപ്പെടുത്തി. ഇത്തരം വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർവകലാശാല സ്ഥിരം തൊഴിലാളികളുടെ അംഗസംഖ്യ പുനർനിർണയം നടത്താതെ വർഷങ്ങളായി തുടരുന്നത് മൂലം ഇപ്പോഴും കാലങ്ങളായി കാഷ്വൽ തൊഴിലാളികളായി തുടരുന്ന തൊഴിലാളികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും അവരെ സമാധാനിപ്പിക്കാൻ പോലും നല്ല വാക്ക് പറയാൻ തയ്യാറാകാത്ത ഇടത് വലത് സംഘടനകൾക്ക് വർക്കേഴ്സ് സംഘിനെ പ്രതിരോധിക്കാൻ വളർച്ച തടയാൻ ഇന്ത്യയിൽ മുന്നണി രൂപീകരിച്ച് പ്രഹസന സമരങ്ങൾ നടത്താൻ നേരമുണ്ടെന്നും തൊഴിലാളികളുടെ ജീവിതഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരെ ബാധിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. സ്ഥലം MLAയും സർവകലാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മന്ത്രിയും എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനോ അനുബന്ധ വിഷയങ്ങളിലോ ഇടപെടാൻ തയ്യാറാകാതെ ഇതെല്ലാം എങ്ങനെ തങ്ങളുടെ അനുകൂല സംഘടനകൾക്ക് അനുകൂലമാക്കാം എന്ന ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മൗനം ഭജിക്കുകയാണെന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ച മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിനോജ് ആരോപിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ധർണയ്ക്ക് വർക്കേഴ്സ് സംഘ് വെള്ളാനിക്കര സംഘം സെക്രട്ടറി അഖിൽ ഷൺമുഖൻ നേതൃത്വം നൽകി. വെള്ളാനിക്കര സംഘപ്രവർത്തകർ പങ്കെടുത്ത ധർണയ്ക്ക് സംഘത്തിന്റെ ഖജാൻജിയായ ബിയോജ് നന്ദി അറിയിച്ചു. ശക്തമായ രീതിയിൽ ഈ കാർഷിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ BMS സംഘടനയ്ക്ക് എന്ന് മാത്രമാണ് ഇവിടെ ഇന്ന് നിലവിലുള്ളൂ. കാരണം ഈ കാർഷിക സർവകലാശാല തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമുണ്ട്. ഈ ഭരണ സംവിധാനത്തിൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരു തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ എങ്ങനെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ ഇവിടെ ഒരു കാഷ്വൽ തൊഴിലാളിയായതിനു ശേഷം അവൻ പെർമനൻ്റായി അവൻ സ്ഥിര നിയമനക്കാരനായി അവൻ ഇവിടുന്ന് റിട്ടയർഡ് ആവണ വരെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഇതിനെ നേതൃത്വം കൊടുക്കേണ്ട പല സംഘടനകളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ ഈ കാർഷിക സർവകലാശാലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കാലാകാലങ്ങളായി ഇവിടെ ഈ കാർഷിക സർവകലാശാലയുടെ ചെയർമാൻ എന്നിരിക്കുന്ന ഇവിടുത്തെ MLA അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ മന്ത്രിയുമായിട്ടുള്ള രാജേട്ടൻ ഇവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഈ സർവകലാശാലയിൽ. പക്ഷേ ഇവർ ഈ 2 സംഘടനകളും അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട 2 പേരും LDFന്റെ 2 സംഘടനകളും കോൺഗ്രസിൻ്റെ സംഘടനയും തൊഴിലാളികളുടെ ഒരു കാര്യം വരുമ്പോൾ അവർ ചെയ്യാമെന്നല്ലാതെ എന്നും പറയുന്ന ഒരു വാക്കാണ് ഞങ്ങൾ നോക്കട്ടെ ചെയ്യാം. അതല്ലാതെ ഇവർ ഒരു കാര്യം ഈ കാർഷിക സർവകലാശാല തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മളെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പല ആളുകളും പറയുന്നുണ്ട് നമുക്കിവിടെ ഇവിടെ തൊഴിലാളികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. കാരണം ഈ സംഘടനയെ നമ്മളിവിടെ ബഹിഷ്കരിക്കുന്നു, ഈ സംഘടനാ പ്രവർത്തനം വെച്ച് പൊറിപ്പിക്കില്ല. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി.
നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ചെമ്പുക്കാവ് ഡിവിഷനിലെ മുഴുവൻ വിധവകൾക്കും ഓണക്കോടി നൽകി. ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ സജി പോൾ മാടശ്ശേരി അധ്യക്ഷനായി. ജോസ് ആലപ്പാട്ട്, രമേശ് കൃഷ്ണൻ, അശന്ത് കുമാർ പുല്ലാട്ട്, സരളാദേവി, ഡേവിഡ് കുര്യൻ, ജീൻ ജോസഫ്, രാധാകൃഷ്ണൻ, അനീഷ് എന്നിവർ സംസാരിച്ചു. MU മുത്തു സ്വാഗതവും PV ഫ്രാൻസിസ് നന്ദിയും അറിയിച്ചു. ചുരുക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് നേരത്തെ വിശദമായി സംസാരിച്ചു. കഴിഞ്ഞ 14 വർഷമായിട്ട് അതിന് നേതൃത്വം നൽകുന്നത് ശ്രീ സജി പോൾ മാടശ്ശേരിയാണ്. നമുക്കറിയാം, നേരത്തെ സ്വാഗത പ്രസംഗികൻ ശ്രീ MU മുത്തു സൂചിപ്പിച്ചതുപോലെ നിരവധി കാര്യങ്ങൾ ഈ ട്രസ്റ്റിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അതൊരു ട്രസ്റ്റ് ആണെങ്കിൽ കൂടെ അതിന് കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ സജി പോൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം തന്നെയാണ്. നമുക്കറിയാം, വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കും, വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, സാധാരണക്കാരെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവരെ സഹായിക്കാനായിട്ട്, പ്രവൃത്തി പദത്തിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിൽ നന്മയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് സജി പോളിനെ ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ചെമ്പുക്കാവ് ഡിവിഷനിൽ താമസിക്കുന്ന ഓരോ സഹോദരിമാരെയും കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിന് കൂടിയായിട്ടാണ് ഒരു കേവലം ഒരു ഓണപ്പുറമ. ദേശീയപാതയ്ക്ക് കുറുകെ നടപ്പാത നിർമ്മാണം. യോഗം ചേർന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കുറുകെ നടപ്പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി യോഗത്തിൽ NHAI പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സെപ്റ്റംബറിൽ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മുൻഗണനയിൽ ഒന്നാമതായെടുത്ത് ഈ അധ്യയന വർഷം കഴിയുന്നതിനു മുൻപായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഡോൺ ബോസ്കോ സ്കൂളിൽ 2500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുവാൻ വലിയ പ്രയാസം നേരിടുന്നതായി സ്കൂൾ അധികൃതരും കൗൺസിലർമാരും യോഗത്തിൽ അറിയിച്ചു. ദേശീയപാതയുടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്ന 13 വർക്കുകളോടൊപ്പം മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള നടപ്പാതയുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ പൂർത്തിയായി. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമെന്ന് NHAI പ്രൊജക്ട് ഡയറക്ടർ യോഗത്തെ അറിയിച്ചു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഓണക്കിറ്റ് വിതരണവും നടത്തി. തെക്കുംകര മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും CT ദേവസി സ്മാരക ഹാളിൽ നടന്ന ഓണക്കിറ്റ് വിതരണം
മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് നിർവഹിച്ചു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ P സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MBBSന് അഡ്മിഷൻ നേടിയ അനിരുദ്ധ് പാലിശ്ശേരിയെയും ഡോക്ടറേറ്റ് നേടിയ അഫ്സാന ഖാനെയും സൈനികരെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. KA രാജേന്ദ്രൻ, സജി പോൾ, PG ജയദീപ്, VM കുര്യാക്കോസ്, വർഗീസ് വാഗേൽ, ജയൻ മംഗലം, N ഗോപാലകൃഷ്ണൻ, സണ്ണി മാരിയിൽ, ജോബി ജോസഫ്, MS ഗിരീഷ് കുമാർ, AU നിഷാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ജില്ലാ സബർമതി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സജി പോൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ PG ജയദീപ്, പ്രിയങ്കനായ മുത്തു തങ്ങൾ, പ്രിയപ്പെട്ട VM കുര്യാക്കോസ്, പ്രിയപ്പെട്ട വർഗീസ് വാഗി, ജയൻ മംഗലം, അഷ്റഫ്, ഗോപാലകൃഷ്ണൻ, സണ്ണി മാരിയിൽ, MS ഗിരീഷ് കുമാർ. പടിഞ്ഞാറെ വെള്ളാനിക്കര തച്ചുപ്പറമ്പിൽ വേലു മകൻ തങ്കപ്പൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 3 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADGP അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതിൽ സ്പീക്കർ AN ഷംസീർ ന്യായീകരിച്ചതിനെ മന്ത്രി MP രാജേഷ് വിമർശിച്ചു. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലം ഓണച്ചന്ത പട്ടിക്കാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഓണം വന്നിട്ടും ഖാദി തൊഴിലാളികൾക്ക് നേരെ സർക്കാർ അവഗണന. താലൂക്ക് ഓഫീസിന് മുൻപിൽ തൊഴിലാളികൾ നിരാഹാര സമരം ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.